10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. പിന്നെ ഡെലിവറി കണ്ടിന്യൂ ചെയ്യാം. നല്ല തണുപ്പുള്ള ദിവസമായിട്ടൊന്നോ, അത്യാവശ്യം ഫ്രോസ്റ്റ് ഒക്കെ പുറത്തുണ്ട്. രണ്ടു ദിവസം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഭയങ്കര തിരക്കായിരുന്നു നമ്മുടെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മൺഡേ അതിൻ്റെ ക്ഷീണവും പിന്നെ പോരാത്തതിന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് ചിന്തിക്കാനേ പറ്റിയില്ല കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, രാവിലെ നമുക്ക് ഡെലിവറിക്ക് ഇറങ്ങിക്കോട്ടെ. ഇന്ന് അത്യാവശ്യം തണുപ്പുള്ള ഡേ ആട്ടോ. അത്യാവശ്യം ഫ്രോസ്റ്റ് ഒക്കെ പുറത്തുണ്ട്, ഭയങ്കര തണുപ്പാതെ, കൈയൊക്കെ ഇങ്ങനെ മരച്ചിരിക്കുക. ഞാനിങ്ങനെ ഡെലിവറിയിലാണ്. ഞാനിപ്പോൾ ഈ കൗണ്ട് ഡൗണിൽ ഇറക്കാൻ വേണ്ടി വന്നേക്കോട്ടെ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വന്ന ഇവന്മാര് തുറന്ന് വലിയ പാടാട്ടോ. തുറന്ന് 15 മിനിറ്റെങ്കിലും ഞാനവിടെ നിന്നുണ്ടാവും. പുതിയ ഒരാളാണ്, അപ്പം അതുകൊണ്ടായിരിക്കും. ചില ദിവസങ്ങൾ ഇങ്ങനെയാട്ടോ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നേരത്തെയൊക്കെ ചില ബിസിനസ് സീറ്റ് ഓടിക്കയറി വരും. അവരൊക്കെ തുറക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ മാത്രമായിട്ട് തുറക്കുള്ളൂ. പിന്നെ ചുമ്മാ ഇങ്ങനെ വന്ന് പോസ്റ്റാവും. നമ്മൾ പോയിച്ചു വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. 5-10 മിനിറ്റ് ഒക്കെ പല സ്ഥലത്തും വെയിറ്റ് ചെയ്യേണ്ടി വരും. തണുപ്പ് ഭയങ്കരമാണ്, പുറത്തിട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല, അതുപോലാണ്. ഇപ്പം വെയിലിങ്ങനെ തെളിയുന്നുണ്ടല്ലോ, നമുക്ക് ഈ വെയിലില്ലാത്ത ഭാഗത്തോട്ട് മാറി നിന്നാൽ നമുക്ക് വിറയ്ക്കും, അതുപോലാണ്. ഇപ്പം ഞാനങ്ങനെ ഡെലിവറിയുടെ ഇടയ്ക്ക് വീട് വരെ ഒന്ന് വന്നാട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ കാപ്പി തീർന്നുപോയി. അത്യാവശ്യം ഭയങ്കര തണുപ്പായതുകൊണ്ട് ഡെലിവറിയുടെ ഇടയ്ക്ക് വരെ ചൂട് കാപ്പി വരെ ഒന്ന് സിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കാപ്പി എടുക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ വന്നാട്ടോ. നമ്മുടെ വേസ്റ്റ് ബോക്സ് നിങ്ങൾ വെച്ചതാ എടുത്തില്ല. പിന്നെയും സംശയം, വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടോ. ഇതിങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു സംഭവം കേട്ടോ. പക്ഷെ ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടായിരിക്കും വന്നത്. എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇടാണ്ട് ഇങ്ങനെ വണ്ടി എങ്ങനെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്ത വഴികൾ വേസ്റ്റ് പിന്നെ തിരിച്ച് വീട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ കയറി നല്ല ചൂട് കാപ്പി എടുത്തു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ പ്ലാൻഡ് ആയില്ല. ഒരു കാപ്പി എടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് വരണ്ടല്ലോ എന്നോർത്തു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് നമ്മൾ പിന്നെ നമ്മുടെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ഡെലിവറി ചെയ്യാൻ വന്ന സ്ഥലത്തെ ഒരു കാഴ്ച ഇട്ടത്, അതായത് ഇത്രയും സ്പേസ്, ഈ പുല്ല് മൊത്തം ഈ രണ്ടാടിനെ മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ. രണ്ടാട് മാത്രമേ ഈ ഏരിയയിലുള്ളൂ. നമ്മൾ 10-10:30 ആയപ്പോൾ തന്നെ നമ്മൾ റെസിഡൻഷ്യൽ ചെയ്ത് തീരാറായിട്ടോ. കാരണം ഇന്ന് തിരക്കില്ല, ഭയങ്കര ക്വയറ്റാവും. പാട്ട് പാടി തീർത്താൽ മതി. നമ്മൾ സ്ഥിരം വന്ന വഴിയാട്ടോ അത്. സ്ഥിരം എല്ലാ ദിവസവും വന്ന വഴിയാണ്.
പുള്ളിയൊക്കെ പാഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. വണ്ടി വന്ന് നിർത്തിയ പാടെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ വീടിന്റെ ഉള്ളിട്ട് കയറി പോകാൻ ഇപ്പൊ പേടിയാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഗേറ്റും തള്ളി തുറന്ന് വേണ്ടിയിട്ട് കയറി പോയിട്ടത് 15 മിനിറ്റ് എന്നെ രസികനിലെ മറ്റേ ദിലീപിനെ പട്ടി നിർത്തണ പോലെ നിർത്തിയത്. 15 മിനിറ്റ് ഞാൻ നിന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഒരാളിറങ്ങിയെന്ന് എന്നെ രക്ഷിച്ചു. സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് കടിച്ച് പട്ടി തീർത്തെന്ന് കരുതി. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തരെ. 15 മിനിറ്റ് ആ പട്ടി എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അനങ്ങാതെ, ഞാൻ അനങ്ങുമ്പോൾ പട്ടി എൻ്റെ കാലയിൽ ഇങ്ങനെ പതുക്കെ കടിക്കും. അങ്ങനെ ഞാനൊരു 10-15 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരാളെ ഇറങ്ങി. അത് ഒത്തിരി സോറിയൊക്കെ പറഞ്ഞ് എന്നോട്. പക്ഷെ നമ്മുടെ ഉള്ള പ്രാണൻ ആ സമയത്ത് പോയായിരുന്നു. എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിട്ടൊക്കെ ഗേറ്റൊക്കെ തള്ളി തുറന്ന് കയറാൻ ഭയങ്കര പേടിയാണ്. നമ്മൾ ചെയ്യണ ഏരിയകൾ തന്നെ രസമല്ല ഇങ്ങനെ കാണാൻ. ഇങ്ങനെ കിടക്കുക. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഫയർഫോഴ്സ് വന്നുണ്ടോ ഇവിടുത്തെ. അങ്ങനെ നമ്മളുണ്ടല്ലോ
ഹില്ലേരിയ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർന്നു പോകുന്നുണ്ടോ. ഇത് നമുക്കിനി താഴെ കുറച്ച് ഒരു 4-5 ഡെലിവറി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് വൈകുന്നേരം പിക്കപ്പിന് പോയാൽ മതി. ഇവിടെ എന്തോ വർക്ക് എടുക്കട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ നാളായി ഈ വർക്ക് ഇവിടെ നടക്കണം. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമെങ്കിലായിരുന്നു. റൈറ്റ് സൈഡിലൊക്കെ നമ്മൾ ചൂണ്ടയിടാൻ വരാറില്ല കേട്ടോ. വിന്റർ ആയതുകൊണ്ടായാലും ചൂണ്ടയിടാൻ പോയിട്ട്. ഇത് 30 സോണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. 30 സോണാണ്. ഇതാ കഴിഞ്ഞാൽ പിന്നെ 50 സോണാണ്. ക്യാപ്പ് വെച്ചിട്ട് മുടിയൊക്കെ ആകെ നശിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെലിവറി തീർന്നിട്ടോ. അതേ ഉണ്ടല്ലേ, ക്യാബിനൊക്കെ ഫ്രീ ആയി. ഇനി ഇതേ 1-2 ഉള്ളൂ. അത് നമ്മളെ പിക്കപ്പ് എടുക്കുന്ന സമയത്താണ് കൊടുത്താൽ തീരും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നു. ഇനി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങിയാൽ മതി. നമ്മുടെ വാൻ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു ഡെലിവറി ഉണ്ട് കേട്ടോ. അതും കൊടുക്കട്ടെ. നമ്മുടെ വാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവാം. നമ്മുടെ റെഡ് പിന്നാ അതൊന്നുമായിരിക്കണേ. യെല്ലോ പിൻ ഞാൻ ഇച്ചിരി മുമ്പ് എടുത്ത് വെച്ചേ ഉള്ളൂ. ഇന്ന് റെഡ് പിൻ പോണ ദിവസമായിരുന്നോ? നമ്മുടെ പോയി വീട്ടിൽ വെച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും കേട്ടോ. കുറച്ചധികം നേരം ഉണ്ടല്ലോ എന്ന് ഓർത്ത് ചുമ്മാ കയറി കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എന്നാ എന്താ ചെയ്യാം. ഇപ്പം സമയം എന്തായി, പിക്കപ്പിന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടോ. ഒരു പഴം കഴിച്ചിട്ട് ഇറങ്ങാം. വണ്ടിയിൽ കട്ടൻ കാപ്പിക്ക് ചൂടണം നോട്ടെ. ഓ സൂപ്പർ.
പിന്നെ നമ്മൾ പിക്കപ്പിന് ഇറങ്ങണം. പിക്കപ്പിൻ്റെ ഇടയ്ക്ക് ഇനി വീഡിയോസ് എടുക്കാനൊന്നും സമയമില്ല കേട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കായിരിക്കും. അപ്പോൾ ഇനി പിക്കപ്പ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പിക്കപ്പുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ തീർത്ത് വീട്ടിട്ട് പോകണ്ട. ഇന്നെന്നാ വളരെ ക്വയറ്റായിരുന്നില്ല, എല്ലാം ഡെലിവറിയും കുറവായിരുന്നു, പിക്കപ്പും കുറവായിരുന്നു. ഇപ്പോൾ ഇവിടെ 4 മണിയാകുമ്പോൾ എൻ്റെ പണിയൊക്കെ തീർന്നു, ഞാൻ പോവാ, വീട്ടിൽ പോവാം. ഇന്നത്തെ ഇനി പരിപാടികളൊന്നും ഇല്ല കേട്ടോ, നേരെ വീട്ടിൽ പോവാ, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കിടക്കുക. നാളെ രാവിലെ പണിക്ക് വരിക, കാരണം വെച്ചാൽ നാളെ തിരക്കുള്ള ദിവസമായിരിക്കും. കഴിഞ്ഞ ആഴ്ച തിരക്കുണ്ടായ ഫെറി പെൻഡിങ് ഉണ്ടാകുന്നു. കഴിഞ്ഞ ആഴ്ച അങ്ങനെ തിരക്കില്ല, ഇനി ആവറേജ് ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് പോകും. അപ്പം നേരെ വീട്